അപ്പൊ നിലനിൽക്കുക, എബായി, പറ്റിച്ചേരുക. ഇത് നല്ലൊരു വലിയൊരു സന്ദേശമാണ് ഈ ഒരു വാക്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ സംഭവം തരാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കാം. അസൈൻമെന്റ്, ഞാൻ ആ സംഭവം പറയാം എന്തുവാണ്. അപ്പൊ നിങ്ങൾ ആ വാക്യം എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോണം. കൊലോസ് ലേഖനത്തിൽ നിന്നല്ല, ഫുൾ ബൈബിൾ. എബൈഡ്, നിലനിൽക്കുക, കണ്ടിന്യൂ, ഇങ്ങനെയുള്ള വാക്ക്. ഒന്ന്, വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. രണ്ട്, വചനത്തിൽ. മൂന്ന്, സ്നേഹത്തിൽ. നാല്, കൃപയിൽ, കൃപയിൽ. അഞ്ച്, ഉപദേശത്തിൽ, ഉപദേശത്തിൽ നിലനിൽക്കണം. പലരും ഈ ഉപദേശത്തിൽ ചാഞ്ചാടുന്നവരാ. ഉപദേശത്തിൽ നിലനിൽക്കണം, abide in doctrine. ആറ്, പ്രാർത്ഥനയിൽ. അവിടെ abide in prayer, continue in prayer. അതിന് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പ്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പ്. അപ്പൊ ഈ വസിക്കുക, നിലനിൽക്കുക, ഉറ്റിരിക്കുക, ഇതെല്ലാം ഒരു റൂട്ടിൽ നിന്നാണ് വരുന്നത്, ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നിലനിൽക്കുക എന്നുള്ളത് ബൈബിളിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെച്ചാൽ, അതാണ് പറയുന്നത് നിലനിൽക്കുക എന്നുള്ള പദം. ഒന്ന്, വിശ്വാസത്തിൽ. രണ്ട്, വചനത്തിൽ. മൂന്ന്, സ്നേഹത്തിൽ. നാല്, കൃപയിൽ, കൃപയിൽ. അഞ്ച്, ഉപദേശത്തിൽ. ആറ്, പ്രാർത്ഥനയിൽ. ഇനി എന്തുണ്ടാവും? ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ ഒരെണ്ണം ഞാൻ പറഞ്ഞായിരുന്നു, ഏഴാമത്തേതായിട്ട്, കർത്താവിൽ നിലനിൽപ്പീൻ. കർത്താവിൽ നിലനിൽപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. അപ്പൊ വാക്യം നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ബൈബിളിൽ ഇതെവിടാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചോ. എട്ടാമത്തേത്, ദൈവഹിതത്തിൽ. We have to continue in God's will. ദൈവഹിതത്തിൽ നമ്മൾ നിലനിൽക്കണം. അതൊന്ന് വിശദീകരിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇതെല്ലാം കൊലോസ്യ ലേഖനത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 4:12 നോക്കിയാൽ, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ എപ്പഫ്രാസ് ത്രൂ ആണ് കൊലോസ്യയിൽ സഭയുണ്ടായത്. ഈ എപ്പഫ്രാസ് രക്ഷിക്കപ്പെട്ടത് എഫേസോസിലെ പൗലോസിന്റെ തുറന്നോസിന്റെ പാഠശാലയിലെ വേദപഠന ക്ലാസ്സിലാണ്. എഫേസോസിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് കൊലോസ്യ. അപ്പൊ ഒരു 3 വർഷം പൗലോസിൽ നിന്ന് ദൈവവചനം പഠിച്ചതിന്റെ ഫലം എന്താന്ന് ചോദിച്ചാൽ, കൊലോസ്യയിൽ ഒരു സഭയുണ്ടായത്. ഇവിടെ ദൈവവചനം പഠിച്ചിട്ട് സഭയിൽ പോയി അടി ഉണ്ടാക്കിയിട്ട് കുറച്ചുപേരെ ഇപ്പുറത്ത് മാറ്റി സഭ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ച് പറയരുത് ബ്രദറെ, ഞങ്ങൾ ഒരു സഭ ഉണ്ടാക്കിയെന്ന് പറയരുത്. പുതിയൊരു സ്ഥലത്ത് പോയി പ്രവർത്തിച്ച് ആത്മാക്കളെ കിട്ടി അവർ രക്ഷിക്കപ്പെട്ട ഒരു സഭയുണ്ടായി, കൊലോസ്യ സഭ. എന്നെ ചിന്തിപ്പിച്ച അതല്ല, എഫേസോസിൽ വെച്ച് പഠിച്ച എപ്പഫ്രാസ് മുഖാന്തരം തന്റെ സ്വന്തം സ്ഥലത്ത് പോയി പ്രവർത്തിച്ച് ഒരു സഭയുണ്ടായി. 2 ലേഖനവും അടുത്തടുത്ത് വന്നു, എഫേസ് ലേഖനവും. അപ്പൊ ഈ എപ്പഫ്രാസ് ദൈവഹിതത്തിന് എത്ര ട്യൂൺഡായിരുന്നു നോക്കിയേ. ഇപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവത്തിന്റെ ആ പ്രീ എമിനൻസ് ദൈവദാസന്മാരിലൂടെ നിറവേറ്റപ്പെടുമ്പോൾ ഇന്നും ഈ 66 പുസ്തകത്തിൽ 66 മുത്തുകളിൽ ആ ക്രിസ്തു എന്ന ചരടിൽ കോർത്തിടപ്പെടാൻ എപ്പഫ്രാസ് മുഖാന്തരം ഒരു സഭയുണ്ടായി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇനി ആ എപ്പഫ്രാസ് നോക്കിയേ. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുക. എപ്പഫ്രാസ് ഇപ്പൊ എവിടെ ഉണ്ട്? എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇപ്പൊ എവിടെ ഉണ്ട്? കാരാഗ്രഹത്തിലുണ്ട്. എവിടെ കാരാഗ്രഹം? റോമിൽ. അപ്പൊ റോമിൽ ഇരുന്ന് ഫിലേമോന് അല്ലെങ്കിൽ ഈ കൊലോസിയിലേക്ക് ഈ ഒനേസിമോൻ അദ്ദേഹം മുഖാന്തരം ഈ എഴുത്ത് കൊടുത്തു വിടണമല്ലോ കൊലോസിയയില്. അപ്പൊ ആ എഴുത്ത് കൊടുത്തു വിടാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കി ആ ദൈവത്തിന്റെ ആ പ്ലാനിൽ. അപ്പൊ ഇദ്ദേഹം ഇവിടെ പൗലോസിനോടൊപ്പം ഉണ്ട്, റോമിലുണ്ട്. പറയാണ് എപ്പഫ്രാസ് നിങ്ങളെ എന്ത് ചെയ്യുന്നു? വന്ദനം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ തികഞ്ഞവരും ആര്? കൊലോസിയിലെ വിശ്വാസികൾ. അവിടുത്തെ പാസ്റ്റർ ആരാ? അവിടുത്തെ ശുശ്രൂഷകൻ ആരാ? എപ്പഫ്രാസ്. കൊലോസിയിലെ ശുശ്രൂഷകൻ. അപ്പം ഈ പൗലോസും എപ്പഫ്രാസും കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ അവർ ഒരുമിച്ച് ദിനരാത്രങ്ങൾ ചെലവഴിക്കുമ്പോൾ പൗലോസ് എപ്പഫ്രാസിന്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു.
പൗലോസ് എപ്പഫ്രാസിന്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ പ്രാർത്ഥനയിലെ ഉള്ളടക്കം നോക്കി 4:12 വായിക്കുന്നത്. 4:12 നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും. ഒരു സഭയിലെ ദൈവദാസൻ എന്തോ ചെയ്യുന്നത്? ആ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നോക്കി. പ്രാർത്ഥിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒന്ന്, അവര് തികഞ്ഞവരാകണം, അതായത് പെർഫെക്റ്റ് ആകണം ക്രിസ്തുവിൽ. 2, അവർ ക്രിസ്തുവിന്റെ ഹിതം, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും ആ സഭയിലുള്ളവര് പൂർണ്ണ നിശ്ചയമുള്ളവരാകണമെന്ന് എപ്പഫ്രാസ് ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കുക. ഇതൊന്നുമല്ല എന്നെ ചിന്തിപ്പിച്ച വിഷയം. സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി എങ്ങനെ താൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തോ പ്രാർത്ഥനയിൽ അവൻ എപ്പോഴും എന്ത് ചെയ്യുന്നു? പോരാടുന്നു. നമ്മൾ പോരാടിയിട്ടുണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടി? നമ്മൾ പോരാടി ജയിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾ. പോരാടി നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷെ ഈ പോരാടുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എനിക്ക് തോന്നുന്നു 3 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആഗണൈസ്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ആഗണൈസ് എന്ന്. ആഗണൈസിങ് പ്രയർ, ആഗണൈസ്, ആഗണി. അപ്പോൾ ഈ എപ്പഫ്രാസ് പ്രാർത്ഥിക്കാൻ പഠിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? എപ്പഫ്രാസ് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ പോരാടാൻ ഈ എപ്പഫ്രാസ് എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് എന്റെ വിഷയം. പൗലോസിൽ നിന്ന് ആയിരിക്കണം. എവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ പൗലോസ് പ്രാർത്ഥനയിൽ പോരാടിയെന്ന്? റോമാലേഖനത്തിലുണ്ട് ഇല്ലേ? റോമാലേഖനം 14 ഇല്ലേ? റോമാലേഖനം 14-ാം അധ്യായത്തില് പൗലോസ് പ്രാർത്ഥനയിൽ പോരാടി. സെയിം വേർഡ്, ഇതേ വാക്ക്. ഇനിയും ഈ വാക്ക് ഒരിടത്തുകൂടെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഗത്സമനയിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയിൽ പ്രാണവേദനയിലായി. ആ വാക്കാണ് പോരാടുക എന്ന് പറഞ്ഞ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്ന് പറഞ്ഞാൽ ആ വേർഡ് എങ്ങനെ വെച്ചാൽ മച്ച് പെയിനിലും, എങ്ങനെ എക്സ്ട്രീം പെയിനോടുകൂടെ, അതാണ് വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കുക, പോരാടുക. അല്ലാതെ നമ്മൾ പിടിച്ചു പറിക്കുന്നതല്ല. വ്യാകുലപ്പെടുക, പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചെന്ന്. അപ്പോ ഗത്സമനയിൽ കർത്താവ് പ്രാണവേദനയിലായി. പൗലോസ് റോമിലെ വിശ്വാസികളോട് പറയാണ്, ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. ഇനിയും എന്നെ ചിന്തിപ്പിച്ചത് അതുമല്ല, റോമാ സഭ പൗലോസ് മുഖാന്തരം ഉണ്ടായതാണോ? അല്ല. റോമിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥനയിൽ പോരാടുക. നമ്മളാണല്ലോ. നമ്മൾ ഈ ചകിരിമത്ത, അതിന് ഈ ആലപ്പുഴയിലൊക്കെ പറയുന്ന തടുക്ക്, ഈ ചകിരിമത്ത ഉണ്ടാക്കുന്ന ഫാക്ടറി നിങ്ങൾ പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആലപ്പുഴയിലെ കയർ ഫാക്ടറി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ ഇതുണ്ടാക്കുന്ന ഫാക്ടറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചവിട്ട്, ഒരു പിടി, ഒരു വലി, ഇത്രയേ ഉള്ളൂ. ഈ 3 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അവരിങ്ങനെ ഇരിക്കുകയാണ്, ഈ ചവിട്ടും ഈ പിടിയും വലി. നമ്മുടെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, ഞാനും എന്റെ കുടുംബവും എന്റെ സഭയും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന. ഇവിടെ കൊണ്ടങ്ങ് അവസാനിക്കുകയാണ്. നമ്മൾ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, ഒരു പക്ഷെങ്കിൽ എന്റെ സഭയ്ക്ക് വേണ്ടി, ഇനി എന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഇല്ല പുള്ളിക്കാരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും? ഇല്ലല്ലോ. ഇല്ല. ഏതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നല്ല ആ പുള്ളി, ആ പുള്ളിക്കാരൻ ഇല്ലില്ല, ആ പുള്ളിക്കാരി നമ്മൾ. ഇനി ചില സഭ, അവർക്ക് ആ സഭയ്ക്ക് വേണ്ടി നമ്മൾ, പൗലോസ് മുഖാന്തരം ഉണ്ടായ സഭയേ ഇല്ല, യാതൊരു കണക്ഷനും ഇല്ല. എന്നല്ലേ ചോദിക്കുക. പക്ഷെ ഒരു കാര്യം പൗലോസിന് ഉറപ്പുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലും. കാരണം എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കുമെന്ന്. അപ്പൊ റോമിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അത് എന്റെയാ, ഞാൻ അവരെ കാണും, ഞാൻ അവരുടെ അടുത്ത് പോകും. ആലോചിച്ച് എന്തോ ഒരു പ്രത്യാശയാണെന്ന് നോക്കിയേ. ദാവീദും 118 നീ മരിക്കയില്ല നിശ്ചയം. അല്ലേ? നീ മരിക്കയില്ല നിശ്ചയം. ആ ദൈവദാസന്മാർക്ക് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം അവർക്ക് കൊടുക്കുന്ന ആ പ്രകാശനത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ ആ ഉറപ്പും ധൈര്യവും എത്രമാത്രമാണ്. അപ്പൊ നമ്മൾ അതാ പറഞ്ഞ, നിങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. പൗലോസ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പോരാടുക. അപ്പൊ പൗലോസിൽ നിന്ന് ഈ എപ്പഫ്രാസിലേക്ക് പകരപ്പെട്ടു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
പൗലോസിന്റെ ആത്മീക വളർച്ച നമുക്കറിയാം. താൻ എത്രമാത്രം അതിന് വെളിയിലുള്ള ആള് പറഞ്ഞത് ഇങ്ങനെയാണ്: പൗലോസെ, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇതുപോലെ ചിലപ്പോൾ നമ്മളെ നോക്കി ആളുകൾ പറയും, ഈ പുള്ളിക്ക് ഭ്രാന്താന്ന് പറയും, ഈ പുള്ളിയുടെ തലമൊത്തം വചനമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പൗലോസ് ആത്മീക പക്വതയുള്ള മനുഷ്യനായതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഉളവാക്കാൻ പറ്റി. പ്രാർത്ഥനയിൽ വ്യാകുലപ്പെടുന്ന, പ്രാണവേദനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഉളവാകുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മൾ മുഖാന്തരം ചിലർ കർത്താവിലേക്ക് വരണമെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആകണമെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീക പക്വതയിലേക്ക് വളരുന്നവരായിരിക്കും. അങ്ങനെ വളരാൻ നമുക്ക് ഈ പഠനം ഇടയായി തീരണം, മുഖാന്തരമായി തീരണം. അപ്പോൾ നമ്മൾ നിലനിൽക്കുക. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവഹിതത്തിൽ നമ്മൾ നിലനിൽക്കണം. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇവിടെ വന്നു, അത് നമുക്ക് ഉറപ്പാണല്ലേ. ഞാൻ ഇവിടെ വന്നു, എന്തിനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നേ? പിടികിട്ടിട്ടുണ്ടോ? എന്തായിരിക്കും ദൈവത്തിന്റെ ഉദ്ദേശം? നമ്മൾ അത് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ഓരോ ദൈവദാസന്മാരും ഇന്ന് ഇവിടെ വന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഞാനിവിടെ 8ാമത്തെ ക്ലാസ്സാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ 8ാമത്തെ ക്ലാസ്സിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒന്നേ ഉള്ളൂ: എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? ദൈവവചനത്തിലൂടെ. ഞാനും ഒരിക്കൽ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്ത്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? അല്ലെ, ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? എന്റെ ഹൃദയത്തിൽ ആ വചനം സംസാരിച്ചത് കൊണ്ട് എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ദൈവവചനം എന്നോട് സംസാരിക്കണം. സംസാരിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കണം, ഡിഫെൻഡ് ചെയ്യണം. എന്റെ പ്രതികരണം ഞാൻ അറിയണം. അബ്രഹാമേ എന്ന് വിളിക്കുമ്പോൾ അടിയനില്ല. ആദാമിനോട് നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അടിയനിതാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? ഞാനിവിടെ. അങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? കർത്താവ് നിങ്ങളെ വിളിക്കുമ്പോൾ, നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഒന്ന്, അടിയൻ ഇതാ. 2, ഞാനിവിടെ വിളിച്ചിരിക്കുന്നു. 2 രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. നമുക്ക് ഒളിച്ചോടാം. ദൈവഹിതത്തിൽ നിന്നും ദൈവത്തിന്റെ ആ പ്ലാനിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനായിട്ട് സാധിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ളവരാകരുത്. ബി അവൈലബിൾ. അപ്പൊ ദൈവത്തിന് ആവശ്യം നമ്മളുടെ എബിലിറ്റി അല്ല. ഗോഡ് ഡസന്റ് നീഡ് അവർ എബിലിറ്റി, ബട്ട് ഹി നീഡ് അവർ അവൈലബിലിറ്റി. നമ്മുടെ ലഭ്യതയാണ് അവന് ആവശ്യം. നമ്മുടെ കഴിവോ ഇതൊന്നും ദൈവം ചോദിക്കുന്നില്ല. ഇനി കഴിവുള്ളവനാണെങ്കിലോ അവന്റെ കഴിവെല്ലാം നശിപ്പിച്ചിട്ട് ദൈവം അങ്ങോട്ട്, ദൈവത്തിന്റെ എബിലിറ്റി അങ്ങോട്ട് പകരാനായിട്ട് തുടങ്ങും. അങ്ങനെ ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ നിലനിൽക്കേണ്ട കാര്യങ്ങൾ ഇനിയും ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനിയും ബൈബിളിൽ ഒരുപാടുണ്ട്. നിങ്ങളത് പിന്നീട് ഓർത്ത് നോക്കാം. 2-ാം അധ്യായത്തിന്റെ 6 മുതൽ അല്ലെങ്കിൽ 6ഉം 7ഉം വാക്യങ്ങളില് ഒരു 4 കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. 6ഉം 7ഉം വാക്യങ്ങളില് വളരെ വ്യക്തമായിട്ട് 6ഉം 7ഉം വാക്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, ഗൈഡഡ് ബൈ ക്രൈസ്റ്റ്. ക്രിസ്തുവിനാൽ നമ്മൾ ഗൈഡഡ്, നിയന്ത്രിക്കപ്പെട്ടവരാകണം അല്ലെ. ഗൈഡഡ്, നമ്മളുടെ ഓരോ കാര്യങ്ങളും ക്രിസ്തു ആയിരിക്കണം നമ്മളുടെ വഴികാട്ടി അല്ലെ. വഴികാട്ടപ്പെട്ടവരായിരിക്കണം നമ്മൾ ഒരു ലക്ഷ്യമില്ലാത്തവരാവരുത്. വി ഷുഡ് ഗൈഡഡ് ബൈ ക്രൈസ്റ്റ്. കർത്താവിനാൽ നമ്മൾ ഗൈഡ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൽ റൂട്ടപ്പ് ചെയ്യണം, കർത്താവിൽ വേരൂന്നണം. കർത്താവിൽ വേരൂന്നി നമ്മളെ കർത്താവ് ഗൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കും. 2, എംപവേർഡ് ബൈ ക്രൈസ്റ്റ്. എംപവേർഡ് ബൈ ക്രൈസ്റ്റ്. ക്രിസ്തുവിനാൽ നമ്മൾ എംപവേർഡ്, ശക്തിപ്പെടുക എന്നുള്ളതിലും, അതായത് നമ്മളുടെ മുൻപിലുള്ള ഒരു ഭാവി ഉണ്ടല്ലോ, അത് മൊത്തത്തിലുള്ള
പവർ നമ്മൾ സംഭരിക്കണം. അവിടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 3 കൊല്ലം 2 കൊല്ലം 1 കൊല്ലം എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് എനിക്ക് 1 ദിവസമോ 1 മാസമോ 1 വർഷമോ 10 വർഷമോ ആയിക്കൊള്ളട്ടെ, നമ്മൾ എംപവേർഡ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ സമർപ്പിച്ച ഈ സമർപ്പണത്തിലൂടെ പോകുന്നത് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കിടന്നില്ല കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അതൊരിടത്ത് മറ്റൊരിടത്ത് ഇവിടെ എല്ലാം പോകും. നിങ്ങൾക്ക് ഇത്രയും ഡെഡിക്കേഷനോ ദൈവസന്നിധിയിൽ ഇരിക്കാനോ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ലഭിക്കുന്നത് എന്നെ എംപവർ ചെയ്യാൻ, എന്റെ ആത്മീക മനുഷ്യനെ പുഷ്ടിപ്പെടുത്താനുള്ള ഒരു പവർ ഞാൻ ഇവിടെ നിന്ന് സംഭരിക്കാം. അത് ദൈവത്തിന്റെ വചനത്തിലൂടെ. അതാ പറഞ്ഞേ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും പെട്ടാന്നാണ് പെടുന്ന എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മളിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ രക്ഷിക്കപ്പെട്ട എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ പെട്ട് കിടക്കത്തേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെട്ടത് ആത്മാവാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദേഹിയ ജീവന, രക്ഷിക്കപ്പെടുന്നത് എന്റെ ശരീരമാണ്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എത്ര നേരം നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ഡാൻസ് കളിച്ചേ ഇല്ലേ? ആർക്ക് വേണ്ടിയാ? ദേഹിക്ക് വേണ്ടിയാ? നല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ മുതൽ നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എംപവേർഡ് ചെയ്യുകയാണ് ഇല്ലേ? നമ്മൾക്ക് ഉള്ള പ്രായം കാണിക്കാതിരിക്കാൻ ഇല്ലേ? അങ്ങനല്ലേ? ഇപ്പൊ കൊറോണ വന്നതോടുകൂടെ എല്ലാവരുടെയും പ്രായം വെളിച്ചത്തായി ഇല്ലേ? കറുത്ത പൊടിയെല്ലാം വെളുത്തതായി. നമ്മൾ ആ സഭയിലോട്ട് ചെന്നപ്പോ ആളിനെ തിരിച്ചറിയുന്നില്ല. ദൈവമേ, പോയതിങ്ങനല്ലല്ലോ, ഒരു നവമി പോയപ്പോലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോ ഫുൾ സിൽവർ ആയിട്ടാ വരുന്നത്. പിന്നീട് ഇപ്പം പിന്നെ ഒരു 70-80% ആളുകളും എന്ത് ചെയ്യുന്നില്ല, കറുപ്പിക്കുന്ന പരിപാടി നിർത്തി. എന്താ നിർത്തിയത്? എല്ലാവർക്കും മനസ്സിലായി എന്റെ മുടി വെളുത്തതാണ്. പണ്ടെങ്ങനെയായിരുന്നു? എന്റെ മുടി വെളുത്തതാണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ അവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു? കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാ പറയുന്നത് ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. അപ്പൊ നമ്മൾ എംപവേർഡ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ കപടഭക്തി കാണിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ എംപവേർഡ് ആയിരിക്കണം. നമ്മുടെ വളർച്ച, നമ്മുടെ പക്വത, ഇതെല്ലാം. അപ്പോൾ അതാണ് 7 അല്ലെങ്കിൽ 6-7 വാക്യങ്ങൾ പറയുന്നത്. 3, വി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. വി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. നമുക്കൊരു നല്ലൊരു അടിസ്ഥാനം, അതിനാ പാടുന്നത് യേശുവൻ അടിസ്ഥാനം, ആശ അവനിലത്രയും ഇല്ലേ? യേശുവൻ അടിസ്ഥാനം. അങ്ങനെ ഈ അടിസ്ഥാനം എന്ന് പറയുന്ന കുറെ പാട്ടുകളുണ്ട് നമുക്ക്. അടിസ്ഥാനം. അപ്പോൾ ക്രിസ്തുവിലാണ് നമ്മളുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. അവിടെ നിന്നായിരിക്കണം തുടക്കം. അപ്പോൾ ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്ക് എന്താണ്? ദൈവ ശക്തിയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡൈനാമോ, അതാ ഡൈനാമിക് പവറാണ്. എന്താ ഈ ഡൈനാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡൈനാമോ അല്ലെ, പണ്ട് നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടിട്ടുള്ളവരാണല്ലോ, ഹെർക്കുലീസിന്റെ PSAയുടെ ഒക്കെ. ഇന്ന് അത് നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല. ആ സൈക്കിളില് നമ്മുടെ ഈ രാത്രി പോകാൻ നേരത്തെ ഒരു ഡൈനാമോ ഉണ്ടായിരുന്നു. അതിങ്ങനെ താഴോട്ടൊന്ന് ഞെക്കുമ്പോൾ അത് വന്ന് അതിന്റെ ടോപ്പ് വന്ന് വീലിലോട്ട് ഇങ്ങനെ മുട്ടിയിരിക്കും. വീല് കറങ്ങുന്നതിനനുസരിച്ച് ഇതെന്ത് ചെയ്യും? കറങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് കത്തും. ഡൈനാമോ. ഓൾറെഡി അതിൽ പവർ ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? നീ ചവിട്ടണം, വർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് മോശത്വമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ? അപ്പോൾ എന്റെ ദേഹിയാണ് അവിടെ പ്രധാനം. അപ്പോൾ എന്റെ ദേഹിക്ക് വേണ്ടിയുള്ള എക്സസൈസിലൂടെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തു എന്നിൽ പവർഫുൾ ആയി തീരുകയാണ്. അപ്പോൾ അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും ആ ക്രിസ്തുവിൽ താൻ തികഞ്ഞ ഒരു മനുഷ്യനെ താൻ പ്രദർശിപ്പിക്കുക. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അവസാന വാക്യങ്ങളിലും ക്രിസ്തുവിൽ നിങ്ങളെ തികഞ്ഞവരായിട്ട് എനിക്ക് നിർത്തണം. അത്രേ ഉള്ളൂ പൗലോസിന്റെ ആഗ്രഹം. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ട്. അപ്പം നമ്മൾ ക്രിസ്തുവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അപ്പം 3 കാര്യങ്ങളായി. 1, വി ഷുഡ് ബി ഗൈഡഡ് ബൈ ക്രൈസ്റ്റ്. 2, വി ഷുഡ് ബി എംപവേർഡ് ബൈ ക്രൈസ്റ്റ്. 3, വി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ക്രൈസ്റ്റ്. 4-മത്തെ ഒരു കാര്യം കൂടെ അവിടെ പറയുകയാണ്. വി ഷുഡ് ഓൾവേസ്
താങ്ക്ഫുൾ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനെപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ നമ്മൾ എന്ത് പറയും? താങ്ക് യു അല്ലേ? താങ്ക് യു. എന്നും കാണുമ്പോൾ നന്ദി പറയുമോ? എന്നും കാണുമ്പോൾ പറയും ഹലോ ബ്രദറെ താങ്ക് യു ഇല്ല, പറയത്തില്ലല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണുമ്പോ ഹലോ പിന്നെയും താങ്ക് യു പറയാറില്ലല്ലോ. പക്ഷെ നമ്മൾ എപ്പോ കണ്ടാലും നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ അതിൽ നിറഞ്ഞവരായിരിക്കണം. ഈ താങ്ക് യു പറയാൻ എളുപ്പമാണ്, പക്ഷെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ കർത്താവിന് സ്തോത്രങ്ങൾ ഉയരത്തു. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ചാപ്റ്റർ 3, ഡ്യൂട്ടി. ഒന്നാമത്തെ ഡോക്ട്രിൻ ആണ്, രണ്ടാമത്തെ ഡേഞ്ചർ ആണ്, മൂന്നാമത്തെ ഡ്യൂട്ടിയാണ്. ക്രൈസ്റ്റ് പ്രീ എമിനൻസ് ഡെമോൺസ്ട്രേറ്റഡ്, ക്രിസ്തുവിന്റെ മുൻകാല മഹിമയുടെ പ്രകടനം. അത് പ്രായോഗിക ജീവിതത്തിലാണ് ആ കാര്യങ്ങൾ തെളിവാകുന്നത്. അതിലൊന്നാമത്തെ കാര്യം പേഴ്സണൽ പ്യൂരിറ്റിയിലാണ്. പേഴ്സണൽ പ്യൂരിറ്റി, വ്യക്തി വിശുദ്ധി, വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തിലൂടെ, വിശുദ്ധിയിലൂടെയാണ് ആ കർത്താവിന്റെ മുൻകാല മഹിമ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങൾ ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നിങ്ങൾ എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ? അല്ലേ? കൂടുതലും ഫ്ലൈറ്റ് കയറിയിട്ടുള്ളവരായിരിക്കും അല്ലേ? മല കയറിയിട്ടുണ്ടോ? എത്രയും വലിയ മല കയറിയിട്ടുണ്ട്? മൂക്കിൽ കൂടെ ചോര വന്നിട്ടുണ്ടോ? അത്രയും കയറിയിട്ടുണ്ടോ? ചെവി അടച്ചു പോകുന്ന ദൂരം കയറിയിട്ടുണ്ടോ? മൂക്കിൽ കൂടെ ചോര വരും? ഇല്ല, അത്രയും കയറിയിട്ടില്ല. അപ്പം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതായത് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് സംഭവിക്കുന്ന മാറ്റങ്ങൾ, മനസ്സിലായി? മുകളിലേക്ക് പോകുമ്പോൾ നമ്മളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. ഇനിയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ എന്നിൽ ഉണ്ടാവണം ഞാൻ മുകളിലോട്ട് പോകും തോറും, അല്ലെങ്കിൽ എനിക്ക് തന്നെ അത് പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഞാൻ ഇങ്ങനെ എത്രയും മുകളിലേക്ക് പോകുന്നു അതിനനുസരിച്ച് ഈ ഭൂമിയിലുള്ളതെല്ലാം എന്തായിക്കൊണ്ടിരിക്കും? ചെറുതായിക്കൊണ്ടിരിക്കും. ഞാൻ ഉയരത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളത് ചെറുതായിക്കൊണ്ടേയിരിക്കും. അത് ചെറുതായിട്ട് മാറും. മറ്റു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ഉയരത്തിലേക്ക് പോകുന്നോ അത്രയും എനിക്കൊരു ആകമാന വീക്ഷണവും കിട്ടും. ഞാൻ എത്രയും, അതിന് ബേർഡ്സ് ഐ വ്യൂ എന്നാ പറയുന്നത്. അതിനാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെ ഉയർന്നോരു വൻമലയിൽ കൊണ്ട് നിർത്തി എന്നിട്ട് താഴോട്ട് നോക്കാൻ പറഞ്ഞു. എന്തിനാണ് അതിന് പറഞ്ഞ? ആകമാന വീക്ഷണം എന്ന. അപ്പൊ ദൈവവചനം പഠിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഈ ഒരു ബേർഡ്സ് ഐ വ്യൂ ഉണ്ടാകണം. അപ്പൊ നമ്മൾ ഉയരത്തിലേക്ക് സഞ്ചരിക്കണം ആത്മീയമായിട്ട്. അപ്പോൾ എത്രയും നമ്മൾ ആത്മീയമായിട്ട് ഉയരത്തിലേക്ക് പോകുന്നോ അതിനനുസരിച്ച് ഈ ബൈബിൾ മൊത്തത്തിൽ ഒരു ആകമാന വീക്ഷണം നമുക്ക് ലഭിക്കും. ഇവിടുന്നും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ആകമാന വീക്ഷണം നമുക്ക് വേണം. അതിന് വേണ്ടത് 3-ാം അധ്യായത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് ഉയരത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഹൈ. ഓരോ 1000 കിലോമീറ്ററിലും ഓരോ ബേസ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ്. ഉയരത്തിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ മാത്രമേ അതിന് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ട്രെയിനിങ് ഉണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ അവിടെ കൊണ്ടുപോകണം, അത് പറ്റത്തില്ല. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയർ. അപ്പൊ അതിന് ഈ പല ഓൾട്ടിറ്റ്യൂഡ്, അതിന്റെ ഒരു പഠനം തന്നെ വേറെയുണ്ട്. ഓക്കെ, നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്നും പോകണ്ട. രണ്ടാമത്തെ ലെവലിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തേത് നമ്മുടെ പ്യൂരിറ്റി. അപ്പോൾ ഈ ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയത്, അതായത് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ഇപ്പൊ ഈ ആൾട്ടിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശിഷ്യന്മാർക്ക് പറ്റിയില്ല. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് ഗത്സമന തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ ഒത്തിരി പേരുണ്ട്. അതിൽ നിന്നും ഒരാള് തലേ രാത്രിയിലെ പോയി, യൂദ പോയി. ബാക്കി എത്ര പേരുണ്ട്? 11 പേര്. കർത്താവ് തോട്ടത്തിന്റെ വാതിക്കലോട്ട് വന്നപ്പോൾ 3 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരെ അകത്തു നിർത്തിയിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു, എത്ര പേരുണ്ട്? 8 പേര്. അവരെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ
അവരുടെ ആൾട്ടിറ്റ്യൂഡ് അവിടെ വരെ വരാനുള്ളതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇരുന്നോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ഈ 3 പേരെയും കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അകത്തേക്ക് പോയി. അകത്തേക്ക് പോയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേ. കർത്താവും പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവിന്റെ ഓൾട്ടിറ്റ്യൂഡിലേക്ക് ഇവർക്ക് എത്താൻ പറ്റിയില്ല. പറ്റിയോ? അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവര് എന്താ സംഭവിച്ചത്? അവരുടെ കണ്ണിന്, മലയാളത്തിൽ പറയുന്ന നല്ല വാക്കാ, കണ്ണിന് അവരുടെ ഓൾട്ടിറ്റ്യൂഡ് അങ്ങോട്ട് ചേഞ്ച് ആവുന്നില്ല, പറ്റുന്നില്ല. നമുക്ക് ആ ഓൾട്ടിറ്റ്യൂഡിലേക്ക് അങ്ങോട്ട് ഇവർക്ക് 3 പേർക്കും പറ്റുന്നില്ല. അതിന് കർത്താവ് എന്ത് ചെയ്തു? പറഞ്ഞു, അവരുടെ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് കർത്താവ് പിന്നെയും എന്ത് ചെയ്തു? യാത്ര ചെയ്തു. എത്ര ദൂരം? അതൊരു ഇത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു, അല്ലെ ഒരു 10 അടി ദൂരത്തിൽ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പിന്നെ എന്തിനാ ഈ ഒരു കല്ലേറ് ദൂരം എന്ന് പറഞ്ഞു? വേറെ എവിടെയെങ്കിലും കാണുന്നോ അങ്ങനെ ബൈബിളിൽ? ഇല്ല. ഇവിടെ പറയും ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചെന്ന്. എന്തിനാ ആ ദൂരം അങ്ങനെ രേഖപ്പെടുത്തി? കല്ലേറ് ദൂരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഞാൻ എറിയുന്ന ദൂരമാണോ അച്ഛൻ എറിയുന്നത്? അല്ല. ഞാൻ എറിയുന്ന ദൂരമാണോ സഹോദരി എറിയുന്നത്? സഹോദരി എറിയുന്ന ദൂരമാണോ വേറൊരു കൊച്ചു കുഞ്ഞെറിയുന്നത്? കല്ലേറ് ദൂരം തീരുമാനിക്കുന്നത് നമ്മുടെ ജഡത്തിന്റെ പവറാണ്. മനസ്സിലായോ? എന്റെ ജഡത്തിന്റെ പവറാണ് എന്ത് തീരുമാനിക്കുന്നത്? ഈ ദൂരം. എത്രയും ദൂരം എന്റെ കർത്താവ് പോയി? കല്ലേറ് ദൂരം. അത് തീരുമാനിക്കുന്നത് എന്റെ ജഡമാണ്. അപ്പം എന്റെ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നും കർത്താവ് പോവുകയാണ്. കർത്താവ് തെരഞ്ഞെടുത്തത് എന്തിന്? എന്റെ ഓൾട്ടിറ്റ്യൂഡിലേക്ക് നിങ്ങൾ വരണം. ഇവിടെ വന്നിരുന്ന് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, പിന്നെ നിങ്ങൾക്ക് വേണ്ടി പോലും പറ്റുന്നില്ല. നല്ലോച്ച് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങളൊന്ന് ഉണർന്നിരുന്നു. എന്നിട്ട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവ്, ഒരു നാഴിക പോലും, അതിന്റെ ഒരു പെർസെന്റേജ് പോലും പറ്റുന്നില്ലല്ലോ എന്നാണ്. അപ്പൊ നമ്മളുടെ സ്പിരിച്വൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. എത്രത്തോളം ഹൈ ആവണം? നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കർത്താവാണ്. എവിടെ വരെ നമുക്ക് പോകാൻ പറ്റുമോ? പോകണം, യാത്ര ചെയ്യണം, നമുക്ക് പറ്റണം. ഈ ദൈവവചനം പഠനം എന്ന് പറയുന്നത് ആ കർത്താവിന്റെ മുൻകാല മഹിമയുടെ പ്രകടനം നമ്മുടെ ജീവിതത്തിലും കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പറയാണ്, പൗലോസിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ അത് വരണം. അത് പൗലോസിന്റെ ജീവിതത്തിലൂടെ അത് ആർക്ക് കൊടുത്തു? ആ ഓൾട്ടിറ്റ്യൂഡ് ആർക്ക് കൊടുത്തു? തിമോത്തിയോസിന് കൊടുത്തു. ആ ഓൾട്ടിറ്റ്യൂഡ് ആർക്ക് കൊടുത്തു? എപ്പോഫ്രാസിന് കൊടുത്തു. ആ ഓൾട്ടിറ്റ്യൂഡ് എപ്പോഫ്രാദിത്തോസിന് കൊടുക്കുന്നു. എത്രയോ അക്വിലാവിനും പ്രിസ്കില്ലയ്ക്കും കൊടുക്കുന്നു. അവരിലൂടെ മറ്റു പലരിലേക്ക് കൊടുക്കുന്നു. തിമോത്തിയോസിനോട് പറയുകയാണ്, നീ ഇത് വിശ്വസ്ത മനുഷ്യരെ മരിക്കുന്നതിന് മുമ്പ്, നമ്മളാണ് എന്താ പറയും, തലയെ ചൊറിഞ്ഞുകൊണ്ട് ഒരുത്തം പോലും ഇല്ലല്ലോ എനിക്കിതൊന്ന് ഇല്ലേ. പിന്നെ നമ്മുടെ ഒരു അത്യാഗ്രഹവും കൂടെ ഉണ്ട്. ഇതാർക്കും അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇത്രയൊക്കെ പഠിച്ചല്ലോ, മതി, അതാ എനിക്കും ആർക്കും കൊടുക്കണ്ട, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുതല്ലോ. ഇത് കൊടുക്കാനുള്ളതാണ്. ഇത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാനുള്ളതാണ്. ഇതെനിക്ക് പിടിച്ചു വെക്കാനുള്ളതല്ല. അപ്പോൾ ഇത് ഭരമേൽപ്പിക്കത്തക്ക രീതിയിൽ ദൈവം എന്നെ വിശ്വസിച്ച് വിശ്വസ്തനെ നെണ്ണുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് കൂമ്പാരമായിട്ട് ദൈവം തരാത്തത്. അത്രേ ഉള്ളൂ. അപ്പോൾ ലാഭമായിരുന്നത് ഞാൻ ഛേദമെന്നെണ്ണി പരാജയത്തിന്റെ ജീവിതം നയിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേരെ ക്രിസ്തുവിൽ തികഞ്ഞവനായിട്ട് നിർത്താൻ കഴിയും. നമ്മൾ ചെറിയ സാറിന്റെ അവസാനത്തെ പാട്ടൊക്കെ പാടാറുണ്ട്, ഉത്തമ സമ്പത്ത്. പിന്നെ ഉത്തമ സമ്പത്ത് എനിക്ക് നൽകി ക്രിസ്തുവിൽ എന്നെ. എത്ര ധനമുണ്ട് നമുക്ക്? ഹൗ ഫാർ വി റിച്ച് ആർ. നമ്മൾ എത്രത്തോളം ധനികരാ. എഫെസ്യ ലേഖനം പറയുന്നത് നിങ്ങൾ ധനികരാകണമെന്നാ, ധന്യരാകണം. അത് നമുക്കുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. അത് നമ്മുടെ ആത്മീക ശുശ്രൂഷയിലും ആത്മീയ ഗോളത്തിലും അത് വിളങ്ങണം. അപ്പോൾ ഒന്നാമത് നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ ജീവിതത്തിൽ, വ്യക്തി വിശുദ്ധി ജീവിതത്തിൽ അതുണ്ടാവണം. 2, ക്രിസ്തീയ കൂട്ടായ്മയിൽ. രണ്ടാമത്തേത് ക്രിസ്തീയ കൂട്ടായ്മയിൽ. 3:12 മുതൽ 17 വരെ
ക്രിസ്തീയ കൂട്ടായ്മയിൽ. 3, നമ്മുടെ വീട്ടിൽ, ഇൻ ഹോം, നമ്മുടെ വീട്ടിൽ. 4, നമ്മുടെ ദൈനംദിന പ്രവൃത്തിയിൽ, ഡെയിലി വർക്കിൽ. അതിലൊക്കെ ഞാൻ നേരത്തെ അതെല്ലാം വിശദീകരിച്ചിരുന്നു. നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ഡെയിലി വർക്ക്, അത് അടുക്കളയിലാകാം, പരിയമ്പറത്താകാം, നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ എവിടെയും ആകാം, ദൈനംദിന ജീവിതത്തിൽ ഡെയിലി വർക്ക്. 5, ഇൻ ക്രിസ്ത്യൻ വിറ്റ്നസ്, ക്രൈസ്തവ സാക്ഷ്യത്തിൽ, നമ്മുടെ സാക്ഷ്യത്തിൽ. കർത്താവ് പറഞ്ഞ നിങ്ങൾ സാക്ഷ്യം പറയണമെന്നാണോ സാക്ഷികൾ ആകണമെന്നാണ്? നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാരണം? എന്റെ ജീവിതത്തിൽ കാണിക്കാൻ ഒന്നുമില്ല. കർത്താവ് പറഞ്ഞ നിങ്ങൾ എന്റെ സാക്ഷികളാകും. യു വിൽ ബി മൈ വിറ്റ്നസ് ഇൻ ക്രിസ്ത്യൻ വിറ്റ്നസ്. 4:2 മുതൽ 6 വരെ. 6-ാമത്തേത് ക്രിസ്ത്യൻ സർവീസ്, ക്രിസ്തീയ സേവനത്തിൽ. ഇൻ ക്രിസ്ത്യൻ സർവീസ്, ക്രിസ്ത്യൻ സർവീസ്, ക്രിസ്തീയ സേവനത്തിൽ. നമ്മൾ കർത്താവിനെ സേവിക്കുന്ന മേഖലകൾ അതെവിടെയായിരുന്നാലും, അത് സൺഡേ സ്കൂൾ പ്രവർത്തനമാകാം, ദൈവസഭയോടുള്ള ബന്ധത്തിലാകാം, നമ്മൾ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാകാം, നമ്മൾ ചിലപ്പം സുവിശേഷ പ്രവർത്തനത്തെ പല രീതികളിൽ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ആകാം, ഏത് വിധേനയും ആകാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ, അതായത് ഉയരത്തിൽ നിന്ന് ശക്തി ധരിച്ചിട്ട്, അതായത് ഈ പരിശുദ്ധാത്മാവ് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ധരിക്കുന്നു, ഞാൻ നിയന്ത്രിക്കപ്പെടുന്നു, അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതെന്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ജീവിതം എല്ലാം. ആ ഉയരത്തിൽ നിന്നുള്ള ശക്തിയിലുള്ള നമ്മളുടെ കമ്മിറ്റ്മെന്റാണ്, നമ്മുടെ സമർപ്പണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല ഈ സാക്ഷ്യം, നമ്മൾ പറയുന്നതോ ഇല്ലേ. സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ ഗോസ്പൽ പറയാന്ന് ഇത്രേ ഉള്ളൂ. സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ ഗോസ്പൽ പ്രസന്റ് ചെയ്യുക, കർത്താവിനെ കുറിച്ച് പറയുക. അല്ലെ നമുക്ക് കിട്ടിയത്, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്, ഞാൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ ഈ നാട്ടുകാരനെയല്ല, അതെല്ലാം നമ്മുടെ യുക്തിക്ക് വിടുന്നു. 3-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്യമാണ്, സന്തോഷം നൽകുന്ന ഒരു വാക്യമാണ്. 16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. അടുത്ത വാക്യം, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ, അതായത് വചനത്തിൽ നിലനിൽക്കുക. നമ്മൾ വചനത്തിൽ നിലനിന്നാൽ മാത്രം പോരാ. ഇവിടെ പറയുന്ന നോക്കിയേ, വചനം നമ്മളിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. God's word should exist in me. അതാലോചിച്ച് നോക്കി, അതാരിലാണ്? അത് ഞാനാണോ? ആ ഒരു ചോദ്യം നമ്മളെ ഭരിക്കണം. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനം മാറോട് അടക്കി പിടിച്ച്, ഇല്ല ഞാൻ ഈ വചനത്തിന് വേണ്ടി ജയ് സിന്ദാബ, ഞാൻ നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഈ വചനം എന്നിൽ നിലനിൽക്കണമെങ്കിൽ ഞാൻ എത്രമാത്രം കമ്മിറ്റഡ് ആയിരിക്കണം? Is there any possibility to exist the word of God in me? എന്നിൽ നിലനിൽക്കുവാൻ അതെങ്ങനെ വസിക്കണമെന്ന്? ക്രിസ്തുവിന്റെ വചനം എങ്ങനെ ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ. 3 വാക്കുകൾ. ഒന്ന് ഡ്വൽ എന്നുള്ള വാക്കാണ്, വസിക്കുക, ഡ്വെല്ലിംഗ്. 2 റിച്ച്ലി. ഒന്ന് ഡ്വൽ, 2 റിച്ച്ലി, സകല ജ്ഞാനത്തോടും കൂടെ. റിച്ച്ലി എന്ന് പറഞ്ഞാൽ റിച്ച്ലി ഇല്ലേ, നമ്മള് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പല സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കൊളസ്ട്രോൾ ഒക്കെ റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് ഇല്ലാത്തതുകൊണ്ട്, ഇല്ല തൈര് മേടിച്ചാൽ പോലും റിച്ച് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതങ്ങ് സമ്പുഷ്ടമായിട്ടിരിക്കുകയാണ്. നാലേജ് നമ്മൾ പറയല്ല, അപ്പൊ ആ പുള്ളി എഴുന്നേറ്റൊന്നും ഒന്നും കിട്ടിയില്ല എന്ന് പറയത്തില്ലേ നമ്മൾ. ഇനി ചിലരൊക്കെ പ്രസംഗിക്കാൻ നമ്മൾ ഇന്ന് അങ്ങ് സമൃദ്ധിയായിട്ട് നമുക്കങ്ങ് കിട്ടണമെങ്കിൽ കൊടുക്കണമെങ്കിൽ നമ്മളിൽ എൻറിച്ച് ആയിരിക്കണം ഈ വചനം, അല്ലെ? ഡൽ റിച്ച്ലി, ദൈവവചനം റിച്ച് ആയിട്ട് നമുക്കുണ്ടായിരിക്കണം. കുറച്ചൊന്നും പോരാ, റിച്ച് ആയിട്ട്. ഒരു കാലത്ത് ബ്രദറുകാരെ കുറിച്ച്
ഇല്ലേ? മറ്റുള്ളവരൊക്കെ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. അവർക്ക് ദൈവവചനം ധാരാളമായിട്ട് അറിയാം. അവർക്ക് ദൈവവചനം ധാരാളമായിട്ടുണ്ട്. ഇന്ന് നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളത് അവർക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോവാം. മനസ്സിലായില്ലയോ? അത് നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചായിരുന്നു അത് പറയുന്നത്. നമുക്ക് എത്രത്തോളം അറിയാന്നുള്ളത് അറിയത്തില്ല എന്നുള്ളത് അവർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് നമ്മളുടെ പിടുക്കെന്ന് പറയുന്നത്. അപ്പം ദൈവവചനം നമ്മുടെ പിതാക്കന്മാരിലൊക്കെ ദൈവവചനം റിച്ച് ആയിട്ടുണ്ടായിരുന്നു. ദൈവവചനം റിച്ച് ആയിട്ട് ഇതല്ലേ. അങ്ങനെയുള്ള ആളുകൾ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ നമ്മുടെ സഭകളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും. ഒറ്റ സമർപ്പണം മതി. നമ്മൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ഒരാളെ കൊണ്ടുവന്നാൽ മതി. പത്രോസിനെ കർത്താവിലേക്ക് കൊണ്ടുവന്ന ആരാ? ഒരു പാവം അന്ത്രയോസ്, ആരും അറിയാത്ത ഒരു മനുഷ്യൻ. ചേട്ടന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ചേട്ടാ മജീൻ കണ്ടെത്തി, വാ നമുക്ക് ആരുടെ അടുത്തോട്ട്. ഒറ്റ യാത്ര, ഒറ്റ പ്രസംഗത്തിൽ, പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് മാനസാന്തരപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു. പത്രോസ് സന്തോഷിച്ചതിനെക്കാട്ടി ആര് സന്തോഷിച്ചാണ്? നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരുത്തരെ കൊണ്ടുവരാത്തത്. കാരണം കൊണ്ടുവന്നാൽ ഞാൻ കൊണ്ടുവരണം, വേറൊരാൾ കൊണ്ടുവന്നാൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതല്ല ദൈവവചനത്തിന്റെ പ്രമാണം. ദാവീദ് എല്ലാം സ്വരുക്കൂട്ടി ദൈവാലയ പണിക്കുള്ളത്. ദൈവം പറഞ്ഞു, നീ പണിയണ്ട. നമ്മളായിരുന്നല്ലോ ആ സ്വരൂപിച്ചതെല്ലാം തീ വെച്ചിട്ട് ഇവിടുന്ന് പോയല്ലേ. അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ സ്വഭാവം. ഞാൻ പണിഞ്ഞില്ലെങ്കിൽ ആരും പണിയണ്ട. ഇതാണ് നമ്മുടെ പ്രമാണം. അതാണ് നമ്മുടെ ഞാൻ വേണ്ട. അത് കഴിഞ്ഞിട്ട് ആ ദാവീദിന്റെ വാക്കുകൾ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ അധ്യായങ്ങളിലൊക്കെ, ദാവീദ് ദൈവത്തോട് ആ നന്ദിയുള്ളവൻ. നിന്നെക്കൊണ്ട് നീ പണിയണ്ടെന്ന് പറയുമ്പോഴും ദാവീദിന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. നീ പണിയണ്ട, നിന്റെ മകൻ. ഇങ്ങനെ എന്തുവാ പറയുന്നേ? എല്ലാ കാര്യങ്ങളും സ്വരൂപിച്ച് ഇങ്ങനെ എൻഡി വന്നപ്പോ പറയും, ഇത് ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിലോ. നിങ്ങൾക്ക് ദാവീദിനെ അറിയാൻ വയ്യാത്തോണ്ട, ദൈവത്തിന് അറിയാം. അവൻ എന്റെ ഇഷ്ടമൊക്കെയും ചെയ്യും, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷെ നമ്മുടെ കാര്യമായിരുന്നല്ലോ, നമ്മളായിരുന്നെങ്കിലോ ഒരു 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 എന്തോ എഴുത്താണി പോട്ടൊരു മുള്ളാണി നമ്മൾ സ്വരൂപിക്കുമായിരുന്നു. ഇല്ല, എനിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ. നിങ്ങൾ ഇത്രയും പഠിച്ചത് നിങ്ങൾ മുഖാന്തരം ഏതെങ്കിലും ഒരു വ്യക്തിയെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്ന് ആ വ്യക്തി മുഖാന്തരം ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനാണെങ്കിലും നിങ്ങൾ വിശ്വസ്തയോടെ നിങ്ങളുടെ ശുശ്രൂഷ തുടരണം, ലാക്കിലേക്ക് ഓടണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ്. ദൈവവചനത്തിലെ എല്ലാ പ്രമാണവും ഇത് തന്നെയാണ്, ആ ഷെയറിങ് ആണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ dwell richly, അത് കഴിഞ്ഞിട്ട് in all wisdom, സകല ജ്ഞാനത്തോടും കൂടെ വസിക്കണം. ദൈവവചനം എന്നിലുള്ളത് ഒരിക്കലും മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീരരുത്. അത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് അത് കാരണമായി തീരണം. അപ്പോൾ ഈ ദൈവവചനം ഇങ്ങനെ നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന മൂന്ന് മാറ്റങ്ങൾ. ഒന്ന്, അവർ ലൈഫ് വിൽ ബി ജോയ്ഫുൾ. നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും. സന്തോഷകരം എന്ന് പറഞ്ഞാൽ തൃപ്തികരമായിരിക്കും. നമുക്കൊരു നിരാശ കാണത്തില്ല. നിരാശയുടെ വാക്കുകൾ നമ്മളിൽ നിന്ന് വരത്തില്ല. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കും. 3:16 അവർ ലൈഫ് വിൽ ബി താങ്ക്ഫുൾ. നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആന്റിയുണ്ട്. സ്തോത്രം പറയണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ ആരെങ്കിലും കുറുക്കിയാടുവോ ഒരു ബ്രേക്ക് ഔട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം. നമ്മൾ സ്തോത്രം പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു കോട്ടുവ വരുമ്പോഴാണ്. കോട്ടുവ വന്നിട്ട് അതിന്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്തോത്രം കൂടെ അങ്ങ് ഫിറ്റ് ചെയ്ത് അങ്ങ് വിട്ടേക്കും. പൊക്കോട്ടെ, വെറുതെ പോയില്ലേ, പൊക്കോട്ടെ. നമ്മൾ അങ്ങനെയൊക്കെയാ കൂടുതൽ സ്തോത്രം പറയാറുള്ളത്. അങ്ങനെയൊന്നും ആവരുത്. നമ്മൾ എത്രമാത്രം ദൈവത്തിന് ആ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നും ഈ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മൾ കാരണസഹിതം കർത്താവിന് സ്തോത്രം പറയാനിടയായിത്തീരണം. അങ്ങനെ പറയുമ്പോൾ
പറയണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ വസിക്കണം. നമ്മളുടെ ബ്രെയിനിൽ നിന്ന് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരണം വചനങ്ങൾ. ഇതെല്ലാം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? പരീക്ഷയ്ക്ക് വേണ്ടി തലയിലേക്ക് പോകും. ഇത് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഒരടി താഴോട്ട് വന്നാൽ മതി. അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരണം. ഹൃദയത്തിൽ കൂട്ടണം. നമ്മളെല്ലാം ബ്രെയിനിൽ നിന്ന് നേരെ ഇറക്കി എങ്ങോട്ടാ വിടുന്നേ? പേപ്പറിലോട്ട് വിടും. നമുക്കെന്തോ കിട്ടും? സ്തോത്രവും പറഞ്ഞിട്ട് ഒരു പോക്കും. നോ, ഇതൊരടി താഴോട്ട് ഇറങ്ങട്ടെ, ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ, ഐശ്വര്യമായിട്ട് വസിക്കട്ടെ. അന്നേരം ഹൃദയത്തിൽ നിന്ന് ഇറങ്ങട്ടെ, പേപ്പറിലോട്ട് ഇറങ്ങട്ടെ, എന്നാലും കുഴപ്പമില്ല, ഇല്ലേ? അതൊന്ന് ബൈപ്പാസ് ചെയ്ത് അങ്ങോട്ടൊന്ന് വിട്ടാൽ മതി. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട്. ഇവിടെ ഒന്നുമില്ല, വന്നപ്പോഴും ഒന്നുമില്ല, പോയപ്പോഴും ഒന്നുമില്ല. അങ്ങനെ ആവരുത്. ഓക്കെ, മൂന്നാമത്തേത്, അവർ ലൈഫ് വിൽ ബി സബ്മിസീവ്. 3:18 മുതൽ 4:1 വരെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ, സമർപ്പിക്കപ്പെട്ടവരായിട്ട് ജീവിക്കാൻ നമുക്ക് ഇടയായി. ലൈഫ് വിൽ ബി സബ്മിസീവ്. നമുക്ക് കീഴ്പ്പെട്ടിരിക്കാൻ, സമർപ്പിക്കപ്പെട്ടവരായിട്ടിരിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന ഒരു സഹോദരൻ നാളെ എന്റെ സഭയിലെ എൽഡർ ആയാൽ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ വചനം ഐശ്വര്യമായിട്ട് എന്നിലുണ്ടല്ലേ പറ്റുന്നത്. അല്ലെ നമ്മൾ മരിക്കുന്നിടം വരെ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് വരാൻ ആരനുവദിക്കത്തില്ല? ഞാൻ അനുവദിക്കത്തില്ല. എന്താ കാര്യം? ഈ ഐശ്വര്യമായിട്ട് നമ്മളിൽ വചനം വസിക്കാത്ത. അപ്പോൾ അവിടെ താഴോട്ടുള്ള കാര്യങ്ങളിലെല്ലാം അതാണ് പറയുന്നത്. ഓരോ പേർ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ചില ജോഡികൾ, ഭാര്യ ഭർത്താവ്, പിതാക്കന്മാർ മക്കൾ, ദാസൻ യജമാനൻ, ഇതെല്ലാം അവിടെയും വരുന്നു. അവിടെയും സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മീൻസ്, ഓർ വേർഡ് ഓഫ് ഗോഡ് മീൻസ് അവർ ലൈഫ് വിൽ ബി ഫുൾ. നമ്മൾക്ക് തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. 3-ാം അധ്യായത്തില് 3 പ്രത്യേക കാര്യങ്ങൾ. ഒന്ന്, മരിപ്പിക്കുക, പുട്ട് ടു ഡെത്ത്, മരിപ്പിക്കുക. 2, പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക, അല്ലേ? വിട്ടുകളയുക, പുട്ട് ഓഫ്. 3-ാമത്തേത് പുട്ട് ഓൺ, ധരിക്കുക. അപ്പൊ ഒന്ന് മരിപ്പിക്കുക, വിട്ടുകളയുക, ധരിക്കുക. ഈ 3 കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയേ. 1, 5-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം, 5 എണ്ണം. അതിനെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. 8-ാമത്തെ വാക്യം നോക്കിയേ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്, അല്ലേ? 5 എണ്ണം ഉണ്ട്. അപ്പോൾ മരിപ്പിക്കേണ്ടത് 5, വിട്ടുകളയേണ്ടത് 5, ഇനി ധരിക്കേണ്ടതും 5 എണ്ണം ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ചോണം. പഴയ നിയമത്തിൽ ഒരു 5 രാജാക്കന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യോശുവയുടെ കാലത്ത് പിടിച്ച് എന്ത് ചെയ്തു? ഗുഹയിൽ അടച്ചു. എന്നിട്ട് പിന്നെ തുറന്നു വിട്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? അവരെ സ്ലോട്ട് ചെയ്തു, ഇവരെ കൊല്ലുക. അതിനി വെച്ചോണ്ടിരുന്നാലോ വലിയ പ്രശ്നമാണ്. അപ്പം വെച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചോണ്ടിരിക്കരുത്. വെച്ചോണ്ടിരുന്ന ഒരു പുള്ളിയുണ്ട്. ശമൂവേലേ എന്ന് ചോദിച്ചില്ലേ, ഞാൻ ഈ മുക്കറയുടെ ശബ്ദം കേൾക്കുന്ന എന്താണല്ലേ? എന്താ ഈ മുക്കറയുടെ ശബ്ദം? നിർമൂലമാക്കാൻ പറഞ്ഞതിൽ വെച്ചോണ്ടിരുന്നത്. ഇന്നും നമ്മുടെ സഭയിൽ ഈ മുക്കറ കേൾക്കുന്നുണ്ട്. നമ്മുടെ പഴയ സ്വഭാവം നമ്മൾ പൂർണ്ണമായിട്ട് വിടാത്തത് കൊണ്ട്, മരിപ്പിക്കാത്തത് കൊണ്ട് പിന്നെയും ഇതെല്ലാം വരുന്നുണ്ട്. അത് നമ്മുടെ നാശത്തിന് തന്നെ കാരണമാണ്. ഒരിക്കലും നമ്മളത് എടുക്കാനായിട്ട് പാടില്ല. ഒരിക്കലും ഇവിടെ ദൈവവചനം പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ഇടയായിത്തീരണം. വരുന്ന നാളുകളിൽ നമ്മുടെ സഭയിൽ നിന്ന് അവിടെ വിടണം സഹോദരനെ, കോന്നിയിൽ നിന്ന്, അല്ലേ? ആ സഹോദരൻ പോയത് കൊണ്ട് എത്ര പ്രയോജനമായി നമുക്ക്. അതാണ് ഫിലേമോന്റെ ലേഖനത്തിൽ, മുമ്പേ അവൻ പ്രയോജനം, ഇപ്പോഴോ പ്രയോജനമുള്ളവൻ. അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. ആ കൺവേർഷൻ, ആ ട്രാൻസ്ഫോർമേഷൻ,
അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഫിലേമോന്റെ ലേഖനത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് കൊലോസ്യ ലേഖനത്തിൽ 3 പ്രധാനപ്പെട്ട ചേഞ്ചസ് നമുക്ക് വരണം. മനസ്സിലായില്ല? 3 ചേഞ്ചസ്. അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. 3 പ്രധാനപ്പെട്ട ചേഞ്ചസ് നമ്മളിൽ വരണം. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ബിലീവേഴ്സ് ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട 3 പ്രധാനപ്പെട്ട ചേഞ്ചസ്, മാറ്റങ്ങൾ. ഒന്ന്, ഹി ട്രാൻസ്ലേറ്റഡ് അസ്. മനസ്സിലായല്ലോ? ആ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ഹി ട്രാൻസ്ലേറ്റഡ് അസ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? മൊഴിമാറ്റം, ഇല്ലേ? ഒരു മൊഴിയിൽ നിന്ന് മറ്റൊരു മൊഴി. ഹി ട്രാൻസ്ലേറ്റഡ് അസ്. അതിനാണ് നമ്മുടെ കൺവേർഷൻ എന്ന് പറയുന്നത്. പരിഭാഷപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഭാഷയെ അങ്ങ് മാറ്റി. ഇവിടെ പറയുന്ന ഭാഷയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരിക്കലും നമ്മൾ പറയരുത് ഇന്ന് ഞായറാഴ്ചയായി പോയി, അല്ലെങ്കിൽ ഞാൻ എന്നൊന്നും പറയാൻ ഇടവരരുത്. ഞാൻ ആരാന്ന്, എനിക്കിതൊക്കെ പറ്റുമെന്ന് നീ ഒന്ന് ഓർത്തോണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? മരിച്ചിട്ടില്ല, ഇതെല്ലാം ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ നടന്നിട്ടില്ല, അല്ലേ? മാറ്റം നടന്നിട്ടില്ല, ചേഞ്ച് നടന്നിട്ടില്ല, കൺവേർഷൻ, പൂർണ്ണമായിട്ടുള്ള ഒരു മാനസാന്തരം. അപ്പോൾ ആ അപ്പൊ നമ്മൾ എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടിട്ടും മാനസാന്തരപ്പെട്ടിട്ടും പിന്നെയും ഇതിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജഡം പിന്നെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മുറ്റിക്കൊണ്ടിരിക്കുക, ജഡം വളർന്നുകൊണ്ടിരിക്കുക, ആത്മാവിനെ നമ്മൾ സപ്രസ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ റൂട്ടപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യണം. ആ ആത്മീക വളർച്ചയില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് ദൈവവചനം അറിയാൻ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴായിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത്. അരമണിക്കൂർ മുമ്പ് പ്രസംഗിക്കുക, അത് കഴിഞ്ഞിട്ട് ഇത് സംഭവിക്കും. എന്താ സംഭവം? ഇവന്റെ റിയൽ ആയിട്ടുള്ള കൺവേർഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ആ ഒരു മാനസാന്തരം നടക്കണം. രണ്ടാമത്തേത് ട്രാൻസ്ഫോർമേഷൻ. ഒന്നാമത്തേത് എന്താണ്? ട്രാൻസ്ലേഷൻ. രണ്ടാമത്തേത് ട്രാൻസ്ഫോർമേഷൻ. എന്താ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പരിവർത്തനം നടക്കണം. ഒന്നാമത്തേത് വിവർത്തനമാണെങ്കിൽ രണ്ടാമത്തേത് ഒരു പരിവർത്തനമാണ്. വാക്കുകളൊക്കെ ഓർത്തിരുന്നോ? നല്ല വാക്കുകളാണ്. ഒരു വിവർത്തനം, ഒരു പരിവർത്തനം. അപ്പോൾ വിവർത്തനം നടന്നെന്നും പറഞ്ഞ് നമ്മൾ അവിടെ ഒതുങ്ങരുത്. നമ്മൾ ആരാ? ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഒത്തിരി ഉദാഹരണങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു, ഞാൻ പിന്നെയും നിങ്ങളെ എവിടെ ആക്കി വെച്ചേക്കുക? ലോകത്തിലാക്കി വെച്ചേക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വിവർത്തനം നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പരിവർത്തനം നടന്നുകൊണ്ടേയിരിക്കണം. ഈ ട്രാൻസ്ലേഷൻ നമുക്ക് നടന്നുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തേത് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫിഗറേഷൻ. ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് ട്രാൻസ്ഫിഗറേഷൻ. ട്രാൻസ്ഫിഗറേഷൻ മീൻസ് രൂപാന്തരം. ഒന്നാമത്തെ വിവർത്തനം, പരിവർത്തനം, രൂപാന്തരം. അത് അവർ ക്രിസ്തുവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുക. അപ്പോൾ നമ്മൾ ദൈവഹിതം തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക, രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, ബെസ്റ്റ് എക്സാമ്പിൾ യോസഫ്, അല്ലെ? യോസഫിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഉടുപ്പ് മാറി മാറി ഇടുക എന്നുള്ളതാണ്, അല്ലേ? ആദ്യം ഒരു ഉടുപ്പുണ്ടായിരുന്നു, അത് മാറ്റി കഴിഞ്ഞിട്ട് അപ്പൻ എന്ത് ചെയ്തു? ഒരു വിശിഷ്ടമായിട്ടുള്ള അതെല്ലാം കൂടെ പറിച്ചു കീറി തന്നെ എടുത്ത് എങ്ങോട്ട് വിറ്റു? ഇല്ലേ? മിദ്യാന്യർക്ക്, ഇല്ലേ? പൊത്തിഫർ. അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ ഇസ്മായിലിയല്ലേ? അതോ മിദ്യാന്യരാണ്? അപ്പൊ ആ പോകുന്ന പോക്ക് എന്തുമായാലും അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അവിടെ കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു ഡ്രസ്സ് ഇടുന്നു, ഇല്ലേ? ഈ ഡ്രസ്സുകളെല്ലാം മാറി മാറി ഇടുകയാണ്. ഓരോ ഡ്രസ്സും തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇവനെ പോലെ ദൈവാത്മാവുള്ള എന്ത് ട്രാൻസ്ഫോർമേഷന്? തന്റെ ജീവിതത്തിൽ വരുന്ന ആ രൂപാന്തരം, ആ മാറ്റങ്ങൾ ദൈവാത്മാവിന് അനുരൂപമായി, ക്രിസ്തുവിന്, ദൈവത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതവും ആയിത്തീരണം. അതിനുവേണ്ടി ചില കഷ്ടപ്പാടുകളും കഷ്ടതകളും വേദനകളും ഒക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നേക്കാം. പക്ഷെ അതെല്ലാം നമ്മളുടെ ട്രാൻസ്ഫിഗറേഷനിൽ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ഇടയായി തീരണം. അപ്പൊ ഒന്നാമത്തെ കൺവേർഷൻ, രണ്ടാമത്തേത് കണ്ടംപ്ലേഷൻ,
അല്ലെ? ആ വാക്കൂടെ വേണേ കുറിച്ചെടുത്തു. കൺവേർഷൻ, കണ്ടംപ്ലേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. ആ വാക്ക് തന്നെ വേറെ വാക്ക് തന്നുള്ളൂ. അതിന്റെ തന്നെ വേറെ വാക്കാ. മനസ്സിലായില്ലേ? ട്രാൻസ്ലേഷന്റേത് കൺവേർഷൻ, ട്രാൻസ്ഫോർമേഷന്റേത് കണ്ടംപ്ലേഷൻ, ട്രാൻസ്ഫിഗറേഷന്റേത് ഗ്ലോറിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു മഹത്വത്തിലേക്ക് നമ്മളെ ചേർക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയ. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 4-ാമത്തെ അധ്യായം 2 മുതൽ 6 വരെ. 4-ാം അധ്യായത്തിന്റെ അത് ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ്. 3-ാമത്തെ അധ്യായം കണ്ടിന്യൂ ചെയ്യുന്നു. ക്രിസ്തുവിന്റെ മുൻകാല മഹിമയുടെ പ്രകടനം, പ്രീ എമിനൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. അതിന്റെ 2-ാമത്തെ ഭാഗമാണ് 4-ാമത്തെ അധ്യായം. 1-ാമത്തെ വാക്യം മേളത്തെ പോയിന്റിനോട് ചേരുന്നു. 2-ാമത്തെ വാക്യം മുതൽ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നു. 1, ക്രിസ്തുവിനെ സാക്ഷിക്കുക, ക്രിസ്ത്യൻ വിറ്റ്നസ്. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് ക്രിസ്തുവിനെ സാക്ഷിക്കുക. നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ ക്രിസ്തുവിനെ സാക്ഷിക്കുക, അല്ലെ? അച്ഛൻ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നോക്കിക്കുക, എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. 1, പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റിരിക്കണം. അതൊക്കെ ഒരു ക്രിസ്ത്യൻ വിറ്റ്നസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് താഴോട്ട് സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക. അത് കഴിഞ്ഞിട്ട് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അത് വെളിപ്പെടുത്തണം, സമയം തക്കത്തിൽ ഉപയോഗിക്കണം, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറണം. ഇതെല്ലാം എന്താ? സാക്ഷിക്കുന്ന കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അത് കഴിഞ്ഞിട്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം? കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അപ്പൊ നോക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ആ പറയുന്നത് നോക്കി. അപ്പൊ ഇതെല്ലാം ഒരു ക്രിസ്ത്യൻ വിറ്റ്നസിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് 7 മുതൽ 18 വരെയുള്ള വാക്യം, 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്ത്യൻ സർവീസാണ്, ക്രിസ്തീയ സേവനം. അപ്പോൾ ക്രിസ്ത്യൻ വിറ്റ്നസും ക്രിസ്ത്യൻ സർവീസും, ക്രിസ്തുവിനെ സാക്ഷിക്കുക, ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുക. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചവരുടെ ഒരു നീണ്ട പട്ടിക നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി പേരുടെ പേര് അവിടെ വളരെ വ്യക്തമായിട്ട് പറയും. ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇനി നമുക്ക് പോകാനുള്ളത് ഫിലെമോന്റെ ലേഖനത്തിലേക്ക്. ഒരു ചെറിയൊരു കത്ത്, ഒരധ്യായം മാത്രം. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കത്താണ്. ഒനേസിമോസിനെ ദൈവം തന്റെ കയ്യിലേക്ക് കൊടുത്തു. അവനെ 3 മാറ്റങ്ങൾ അവനുണ്ടായി. എന്തൊക്കെയാണ്? ഒന്ന് കൺവേർഷൻ ഉണ്ടായി, ഇല്ലേ? ഒരു കണ്ടംപ്ലേഷൻ ഉണ്ടായി, ഇല്ലേ? അവനിലൊരു മഹത്വകരമായ എന്താ പറയുക, അതിനൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവന്റെ ജീവിതത്തിലുണ്ടായി. അവൻ കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗമായി തീർന്നു, കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീർന്നു. ക്രിസ്ത്യൻ സർവീസ്, ഒന്ന് ക്രിസ്ത്യൻ വിറ്റ്നസ്, 2 ക്രിസ്ത്യൻ സർവീസ്. ഈ ഒരു ഓർഡർ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലും ലേഖനങ്ങളുടെ ഇമ്പോർട്ടന്റിന്റെ അടിസ്ഥാനത്തിലുമാണ് ഓരോന്ന് ചേർത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ ബൈബിൾ സർവേ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഇതൊരു വ്യക്തിപരമായ കത്തായതുകൊണ്ടാണ് എന്തൊക്കെ വന്നത്? 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് തീത്തോസ്, പിന്നെ ഇല്ലേ വ്യക്തിപരമായിട്ടുള്ള കത്തുകളെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒന്നിച്ചാൽ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ക്രമീകരണം അത് ചെയ്തു എന്ന് മാത്രമേ. അത് കൊലോസിലേനെ കഴിഞ്ഞ ഉടനെ വേണമായിരുന്നു. അത് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവിടെ ഗ്യാപ്പ് വിട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക. ഈ ഗ്യാപ്പ് എനിക്ക് മനസ്സിലായില്ല. ടുഗദറായിട്ട് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ജസ്റ്റ് അഭിവാദനം എന്ന് പറഞ്ഞാൽ സല്യൂട്ടേഷൻ, അല്ലേ? സല്യൂട്ടേഷൻ ആൻഡ് താങ്ക്സ് ഗിവിംഗ്, ഒരു സ്തോത്രാർപ്പണം നടത്തുകയാണ്. ചെറിയൊരു ലേഖനം, ഒരു പേഴ്സണൽ ആയിട്ടുള്ളതാണെങ്കിലും തന്നെ ഫിലേമോന് അഭിസംബോധന ചെയ്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ ഒരു ചെറിയ കത്ത് ആരംഭിക്കുകയാണ്. 2-ാമത്തെ ഭാഗം 8 മുതൽ 11 വരെ വരുമ്പോൾ ഒനേസിമോസിന് വേണ്ടി പൗലോസ്
അപേക്ഷിക്കുകയാണ്, കേണപേക്ഷിക്കുകയാണ്. ഒരു കാരണവശാലും അവനെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ഒനേസിമോസിനെ ഫിലേമോൻ അംഗീകരിക്കാൻ യാതൊരു സാധ്യതകളുമില്ല. പൗലോസ് ഒരു ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് അപേക്ഷിക്കുകയാണ് യോനേസിമോസിന് വേണ്ടി ഫിലേമോനോട്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകൻ. ആ വാക്കൊന്ന് ആലോചിച്ച്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകൻ. ആരാ പുള്ളി? ഒരു കള്ളൻ, ഒരു ദുഷ്ടൻ. ആലോചിച്ചു നോക്കി. അപ്പോൾ ദൈവം തന്റെ ദാസനെ തടവിൽ കൊണ്ടുപോയതും മറ്റൊരു വ്യക്തി തടവിലായതും എല്ലാം ആ യോജിക്കുന്ന നോക്കി. അപ്പൊ കൃത്യസമയത്ത് അതെല്ലാം നിറവേറ്റപ്പെടുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ ഫിലേമോന്റെ വീട്ടിൽ അദ്ദേഹം സുവിശേഷം പറഞ്ഞ് ഇദ്ദേഹം അങ്ങ് രക്ഷിക്കപ്പെട്ടാൽ പോരായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കും. പോരായിരുന്നോ? പറ്റത്തില്ല എന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ജനിച്ച് അല്ലെങ്കിൽ ഞാൻ വളർന്നത്, പറയുന്നോണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, വിശ്വാസികളുടെ വീടുകളുടെ നടുക്കായിരുന്നു എന്റെ വീട്. എന്റെ വീടെന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാൻ, ദേശത്തേക്കും വലിയൊരു മദ്യപാൻ. ഞങ്ങളുടെ ജീവിതം അട്ടർലി ഫെയിലിയർ ആയിരുന്നു. ഞങ്ങളുടെ ജീവിതം എന്റെ 19 വയസ്സ് വരെ എന്റെ വീടിന്റെ ചുറ്റും വിശ്വാസികൾ, വിശ്വാസ സമൂഹം. അതിൽ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ എന്തേ എന്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ നിന്നും നാടും വീടും വിട്ട് ഞാൻ പോകേണ്ടി വന്നു. എന്റെ 19ാമത് എന്റെ വിദ്യാഭ്യാസം പോലും ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകേണ്ടതായിട്ട് വന്നു. പോയി വടക്കേ ഇന്ത്യയിൽ ചെന്ന്, മധ്യപ്രദേശിൽ ചെന്ന്, അവിടെ വെച്ച് ഒരു ബ്രദറുകാരുടെ ഇടയ്ക്കുന്ന ഞാൻ അങ്ങോട്ട് പോയതാണ്. ഒരു ബ്രദറുകാരൻ അവിടെ ചെന്ന് എന്നോട് സുവിശേഷം പറഞ്ഞ് ഈ ബ്രദറൻ സഭയോടുള്ള ബന്ധത്തിൽ ഒരു കർത്താവിന്റെ ശുശ്രൂഷകനായിട്ട്, ഒരു കർത്താവിന്റെ ദാസനായിട്ട് എന്നെ നിർത്തി. എന്തിനെന്ന് ചോദിച്ചാൽ, എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ കാര്യങ്ങൾ ത്വരിതപ്പെടുത്തണമെങ്കിൽ, മനസ്സിലായല്ലോ, സഡനായിട്ട് ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യണമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക് സഫറിങ് ദൈവം തന്നു. അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തെ കാര്യങ്ങളായിരിക്കും. ഇല്ലേ? ഒന്നല്ല, അതൊരു ടോട്ടലി തകർക്കുകയായിരിക്കും ദൈവം. ഞാൻ അവിടെ നിന്നും മടങ്ങി നാട്ടിലേക്ക് വരികയാണ്, ഒരു ബ്രദറുകാരനായിട്ട്, ബ്രദറുകാരന്റെ നടുവിലേക്ക്. എന്റെ വീട്ടിൽ ഞാൻ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുന്നു. എന്റെ കുടുംബ പ്രാർത്ഥനയിൽ എന്റെ പപ്പായും മമ്മിയും എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും രക്ഷിക്കപ്പെടുന്നു. അവർ സ്നാനപ്പെടുന്നു, സഭയിലേക്ക് വരുന്നു. എന്തേ ഇവിടെ ബ്രദറുകാരെ സുവിശേഷം പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത? എന്തേ ഇവിടെ പെന്തക്കോസ്തുകാർ സുവിശേഷം പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത? എന്തേ ഗൾഫിൽ പോയി ഒരുപാട് പേര് രക്ഷിക്കപ്പെടുന്നു? എന്തേ ഗൾഫിൽ പോയി ഒരുപാട് പേര് സ്നാനപ്പെടുന്നു? എന്തേ ഗൾഫിൽ പോയി ഒരുപാട് പേര് കർത്താവിന്റെ വേലയ്ക്ക് വേർതിരിയുന്നു? എന്തേ നാട്ടിൽ ഇതൊന്നും നടക്കുന്നില്ല? നമ്മളൊരു ചലഞ്ചായിരിക്കണം മറ്റുള്ളവർ. നമ്മളെ നോക്കി, ആ സഹോദരന്റെ ശുശ്രൂഷ മുഖാന്തരമാണ് എനിക്ക് കർത്താവിന്റെ വേലയിൽ ഇറങ്ങാൻ സാധിച്ചത്. ആ സഹോദരൻ മുഖാന്തരമാണ് ഞാൻ ഇന്ന് രക്ഷിക്കപ്പെടാനിടയായത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്ത്, യെരുശലേമിൽ നിൽക്കുന്നേ സാക്ഷികളാകണം. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ആയിരിക്കുക. ഏറ്റവും ഒടുവിൽ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ആശംസയും ഒരു ആശീർവാദവും പറഞ്ഞ് താൻ ആ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു അസൈൻമെന്റോട് തരാം, അതോടുകൂടെ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുന്നു. ഞാൻ ഈ ലേഖനത്തിലെ ചില ആളുകളുടെ പേര് പറയാം, എഴുതിക്കോളൂ. 1 പൗലോസ്, 2 ഒനേസിമോസ്, 3 ഫിലേമോൻ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫൈലമോൻ എന്ന് പറയണേ. ഇംഗ്ലീഷിൽ പറയുമ്പോഴും ഫൈലമോൻ, ഫിലേമോൻ അല്ല, ഫൈലമോൻ, ഫിലേമോൻ. 4 എപ്പഫ്രാസ്, 5 മർക്കോസ്. 6 ദേമാസ്. 7 ലൂക്കോസ്.
7 പേരുണ്ട് ഈ കൊച്ചു ലേഖനത്തിൽ. 6-ാമത്തേത് ദേമാസ്, 7-ാമത്തേത് ലൂക്കോസ്. ഈ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ കാരാഗ്രഹത്തിലും കർത്താവിനെ സാക്ഷിച്ച് ഒരു വ്യക്തിയെ കർത്താവിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യൻ. അതായത് പ്രതിസന്ധികളെ പദ്ധതികളാക്കി മാറ്റുന്ന ഒരു മനുഷ്യൻ അല്ലേ? പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, ട്രാജഡി ദൈവത്തിന്റെ പദ്ധതികളായിട്ട് ടേൺ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആയിരിക്കണം നമ്മൾ. പൗലോസ് എപ്പോഴും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യനാണ്. പൗലോസ് ഇങ്ങനെ അഥേനയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഒരുപാട് വേദിക്കല്ലുകൾ കണ്ട്. ഇന്ന ദേവി, ഇന്ന ദേവൻ, ഇന്ന ദേവി, ദേവൻ. ഒരിടത്ത് നോക്കിയപ്പോൾ അൺനോൺ ഗോഡ്, അജ്ഞാത ദേവൻ, അൺനോൺ ഗോഡ്. പൗലോസ് പറഞ്ഞു, ഞാൻ ആ അൺനോൺ ഗോഡിനെ കുറിച്ച് പ്രസംഗിക്കാൻ പോവാണ്. നിങ്ങൾ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, അതിൽ ഒരു കല്ല് അൺനോൺ ഗോഡ്. ആ അൺനോൺ ഗോഡിനെ കുറിച്ച്. അപ്പൊ അവർക്ക് വെരി ഗുഡ്, ഈ പുള്ളിക്ക് അതറിയാം, നമുക്ക് ഇത്രയും നാളും അത് അറിയത്തില്ലായിരുന്നു. അപ്പൊ അവസരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനിയും 16-ാം അധ്യായത്തിൽ ഫിലിപ്പയിൽ വെച്ച് അവര് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങള് എങ്ങനെ രക്ഷപ്പെടുന്ന കാര്യമാണ്? എന്താ രക്ഷപ്പെടുന്ന കാര്യമാണ്? ഈ കാരാഗ്രഹ പ്രമാണിക്ക് അറിയാം, നാളെ നേരം വെളുത്താൽ ഈ കള്ളന്മാര് പോയി കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ജീവൻ അധോഗതിയായി തീർന്നു. രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പൗലോസ് പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ, എന്നാൽ നീ നിന്റെ കുടുംബവും മതിയെന്നേ. അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ അവസരങ്ങൾ നോക്കിയിരിക്കുകയാണ്, എങ്ങനെയും ടേൺ ചെയ്ത് സുവിശേഷത്തിലേക്ക് വരാൻ, കർത്താവിലേക്ക് വരാൻ. ഒനേസിമോസിനെ കർത്താവിലേക്ക് നയിക്കുന്നു. ഇനിയും ഒനേസിമോസിന് അവൻ മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോഴോ ഇല്ലേ, വളരെ പ്രയോജനം. ഇപ്പൊ നമ്മളെ കുറിച്ച് പറയുകയാണ്, ഇവിടെ വരുന്നതിന് മുമ്പ് പ്രയോജനമില്ലാത്തവൻ, വന്നിട്ടും ഒരു പ്രയോജനം എന്ന് വരരുത്. മുമ്പേ ഒരു പക്ഷെങ്കിൽ പ്രയോജനമില്ലാത്തവരായിരിക്കാം, പക്ഷെ ഇപ്പോൾ വളരെ പ്രയോജനമുണ്ടെന്ന് പറയാൻ ഇടയായി തീരണം. ഇനിയും ഫിലേമോന്റെ പ്രത്യേകത എന്താ? ഫിലേമോന്റെ പ്രത്യേകത, നീ എന്റെ ഹൃദയം തണുപ്പിച്ച മനുഷ്യനാണ്. പൗലോസ് പറയാ, നീ എന്റെ ഹൃദയം. നമ്മുടെ ആരുടെയും ഹൃദയം തണുപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ചൂടാക്കാൻ അറിയാം. അതിന് നമുക്ക് നമ്മളെ കവിഞ്ഞേ ഒഴിഞ്ഞില്ലേ, നമ്മളെ കഴിഞ്ഞ് വേറെ ആരുമില്ല. പക്ഷെ നമ്മുടെ ഹൃദയം തണുപ്പിക്കുന്നവരായിരിക്കണം. ഫിലേമോന്റെ പ്രത്യേകതയാണ്. ഇനിയും എപ്പഫ്രാസിന്റേത്, അവൻ സഹബദ്ധനാണ് എന്ന് പറഞ്ഞാൽ പൗലോസിനോടൊപ്പം അവിടെ തടവിൽ കഴിയാൻ. നമ്മളാണേലോ സ്വസ്ഥതയുണ്ടല്ലോ, കുറച്ച് നാള് സഭ സമാധാനമായിട്ട് പോകട്ടെ, പുള്ളി അവിടെ കിടക്കട്ടെ. നോ, കൂടെ പോയി കിടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ പൗലോസിൽ നിന്ന് പഠിക്കാൻ. പോരാടുന്നവൻ, മർക്കോസ് കൂട്ടുവേലക്കാരൻ, ഉപയോഗമുള്ളവൻ. ഈ മർക്കോസ് ആരായിരുന്നു? ആദ്യം പണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് പകുതിക്ക് വരെ പോയി അവസാനം പറഞ്ഞ്, എനിക്കൊക്കത്തില്ല, ഞാൻ പോവുക, ഞാൻ പോവുക, എനിക്കിത് പറ്റിയ കാര്യമല്ല. എത്രയോ വർഷങ്ങൾ, 10ഓളം വർഷങ്ങൾ ബർന്നബാസ് കൈകോർത്ത് പിടിച്ച് ഈ മർക്കോസിനെ ഗൈഡ് ചെയ്ത് കർത്താവിനെ കൊള്ളാവുന്നവനായിട്ട് നടത്തി. ഇപ്പോൾ പൗലോസ് പറയുകയാണ്, അവൻ എനിക്ക് ഉപയോഗമുള്ളവനാണ്. കൊലോസി ലേഖനത്തിൽ ഒരു കമന്റേഷനും കൊടുത്തു പൗലോസ്. കൊലോസി ലേഖനം 4-ലുണ്ട്. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുകയും. അവൻ നിങ്ങൾ കമന്റേഷൻ ലെറ്ററും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അപ്പോൾ ഒരു വലിയ ചേഞ്ച്, 10 വർഷം കൊണ്ട് അവനിൽ വന്ന ഒരു വലിയ ചേഞ്ച് മർക്കോസ്. അത് കഴിഞ്ഞിട്ട് ദേമാസിനെ കുറിച്ച് വായിക്കുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ ബോംബെക്ക് പോയി, അല്ലെങ്കിൽ അവൻ ദുബായിൽ പോയി. അവന് കർത്താവിന്റെ വേലയൊന്നും വലിയ ഇത് ശരിയാവത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇത് പഠിക്കാൻ പാടാ. രണ്ടാമത്തെ കാര്യം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇട്ട് മൈൻഡ് ചെയ്യത്തില്ല. ഇത് പറയാനോട്ട് എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് എന്താ നല്ലത്? ലോകത്തെ സ്നേഹിച്ചങ്ങ് പോയി. അങ്ങനെയും പോകാം. നമ്മൾ ഏതാ ഈ കൂട്ടത്തിൽ? അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ലൂക്കോസിന്റെ പ്രത്യേകത 2 തിമോത്തിയോസ് 4:11 നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ കൈവിട്ടു, ലൂക്കോസ് മാത്രമേ എന്റെ കൂടെ. എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ലൂക്കോസ്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസ് എന്ന് പറയുമ്പോൾ
തനിക്കൊരു ധൈര്യമാണ്. നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളെങ്കിലും ദൈവം ശേഷിപ്പിക്കും, എപ്പോഴും ഒരാളെയെങ്കിലും ശേഷിപ്പിക്കും. അതൊക്കെ പോട്ട് ഈ ലൂക്കോസിനെ പോലെ അല്ലെ ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അപ്പൊ ഈ കാരാഗ്രഹ ലേഖന പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വിശദീകരിച്ചെടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും നടക്കത്തില്ല. നമ്മള് ഈ ലേഖനമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ കാരാഗ്രഹ ലേഖനം പഠിച്ചെന്നൊന്നും ആയിരത്തിൽ ചെന്ന് പറഞ്ഞാലേ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. പഠിക്കുന്നതിന്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ ഞങ്ങൾക്ക് കിട്ടി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ വരും ദിവസങ്ങളിൽ ഈ ലേഖന പഠനം കൂടുതലായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് കർത്താവ് കൃപ നൽകട്ടെ. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ചാനലുണ്ട്, DV ദിവ്യാമൃതം എന്നാണ് അതിന്റെ പേര്. അതിൽ ഞാൻ ഇങ്ങനെയുള്ള പഠനങ്ങളെല്ലാം അതിനകത്ത് വോയിസ് ആയിട്ട് ഇടുന്നുണ്ട്. അതിന്റെ ലിങ്കാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത്, ഇല്ല കിട്ടിയിട്ടില്ലേ? FAC ലേഖനത്തിന്റെ കിട്ടി. അപ്പൊ ബാക്കിയുടെ ലിങ്ക് നിങ്ങൾക്ക് തരും. ആ ലിങ്കിൽ പോയിട്ട് ആ പ്ലേ ലിസ്റ്റിൽ താഴോട്ട് പോയാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാ പുസ്തകങ്ങളെ കുറിച്ചും ഒരു രൂപരേഖ പഠനം, അത് ഏതാണ്ട് തീരാറായി, കുറച്ചുകൂടെ ഉണ്ട് ഇനി. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം അനുവദിക്കുന്ന പക്ഷം അതിന്റെ വിശദീകരണ പഠനത്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠനത്തിന്, അത് അനുഗ്രഹത്തിന് അത് കാരണമായി തീരും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എന്നെയും കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക, ശുശ്രൂഷ ഓർക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടുന്ന ദൈവകൃപ ധാരാളമായിട്ട് തരട്ടെ. ധൈര്യത്തോടെ, ആരും നിങ്ങളെ ചതിക്കാതെ, കവർന്നു കളയാതെ, നിങ്ങളുടെ വിരുദ് തെറ്റിക്കാതെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ.